ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ നിന്ന് വരുന്ന വാർത്തയിലേക്കാണ്. പശ്ചിമ ബംഗാൾ മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെ വർഗീയ പരാമർശത്തിന് കേസെടുത്തിരിക്കുകയാണ് കൊൽക്കത്ത പോലീസ്. തെരഞ്ഞെടുപ്പ് റാലിയിൽ വർഗീയ പരാമർശം നടത്തിയെന്ന കൊൽക്കത്ത സ്വദേശിയുടെ പരാതിയിലാണ് നടപടി. വിവിധ വിഭാഗങ്ങൾക്കിടയിൽ ഭീതിയും അസ്വസ്ഥതയും ഉണ്ടാക്കാൻ പ്രസംഗം കാരണമായി എന്നാണ് പരാതി. PR അരവിന്ദ് ഡൽഹിയിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. അരവിന്ദ്, ഡൽഹി പോലീസ് പിന്നാലെയുണ്ട് മമതാ ബാനർജിക്ക് പിന്നാലെ. നേരത്തെ വ്യാജ ഒപ്പ് കേസ്, ഇപ്പോൾ ഇതാ പുതിയൊരു കേസ് കൂടി. അതിൽ എന്താണ് പോലീസ് നടപടി? പ്രജിൻ അമൃത, കൊൽക്കത്തയിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ വർഗീയ പരാമർശം നടത്തിയെന്ന പരാതിയിലാണ് മമതാ ബാനർജിക്കെതിരെ ഇപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പ്രധാനമായും വിവിധ വിഭാഗങ്ങൾക്കിടയിൽ ഭീതിയും അസ്വസ്ഥതയും ഉണ്ടാക്കാൻ മമതയുടെ ഒരു പ്രസ്താവന കാരണമായി എന്നതാണ് ഈ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ വേളയിൽ ഈ വോട്ടിംഗ് രീതിയെക്കുറിച്ച് ചില പരാമർശങ്ങൾ മമതയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഈ വോട്ടിംഗ് രീതിയിൽ മാറിയാൽ ഒരു പ്രത്യേക സമൂഹത്തിന് പ്രതികൂല ഫലങ്ങൾ നേരിടേണ്ടി വരുമെന്നുള്ള ഒരു പരാമർശം മമത നടത്തിയിരുന്നു. ഇതിനെതിരെയാണ് കൊൽക്കത്ത സ്വദേശി തുഷാർ കാന്തി ദാസ് പരാതി നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കൊൽക്കത്ത പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു. നേരത്തെ ഇത്തരമുള്ള പരാമർശം നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് സിലിഗുരി പോലീസ് മമതയ്ക്കെതിരെ ആ കേസെടുത്തിരുന്നു. എന്തായാലും രണ്ടാമത്തെ കേസാണ് ഈ വർഗീയ പരാമർശം നടത്തിയെന്ന കാര്യത്തിൽ മമതാ ബാനർജിക്കെതിരെ എടുത്തിരിക്കുന്നത്. അതേസമയം തൃണമൂൽ കോൺഗ്രസും മമതാ ബാനർജിയുടെ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പിന് പിന്നാലെ വലിയ പ്രതിസന്ധിയിലൂടെയാണ് നിലവിൽ മമത കടന്നുകൊണ്ടിരിക്കുന്നത്. വ്യാജ ഒപ്പ് കേസെല്ലാം നിലവിൽ മമതയ്ക്കെതിരെയും അഭിഷേക് ബാനർജിക്കെതിരെയും എല്ലാം അന്വേഷണം നടക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ പുതിയ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അമൃത, പ്രജി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.